I mean, after 8 o'clock, you can't go back to your hostel. That's the rule. You can stay at my place if you want to have like a 3 BHK apartment. If you have friends, you can bring them along as well. I just want to meet some new company. If you're free to come after 8 also, it'll be fine. Like you can go in the morning. You can call your friends also. And എനിക്ക് കുഴപ്പമൊന്നുമില്ല. Like I'm okay with anything. ഈ ആര്യൻ്റെ വിഷയത്തിൽ ഒരുപാട് ചാറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നില്ല. ബിക്കോസ് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട്. കാരണം ആൺകുട്ടികളെ അങ്ങനെ ആക്കുന്നു, ഈ പെൺകുട്ടികളും ചേട്ടല്ല. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് സംസാരിക്കാൻ തോന്നാനുണ്ടായ പ്രധാന കാര്യം ഒരു നല്ല മത്സരാർത്ഥിയും ഒരു നല്ല വ്യക്തിത്വവുമായത് ഞാനിത് എടുത്ത് പറയുന്നതിന്റെ കാരണം പലപ്പോഴും നമ്മൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മത്സരിക്കേണ്ടത് ബിഗ് ബോസിനോട് കൂടിയാണ്, നമ്മുടെ എതിർ മത്സരാർത്ഥികളോട് കൂടിയല്ല. യഥാർത്ഥത്തിൽ ഓരോ മത്സരാർത്ഥിയും ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കേണ്ടത് ബിഗ് ബോസിനോടും. അടുത്തൊരു ചാറ്റും കൂടി പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റാത്ത ഒരവസ്ഥ തന്നെയാണല്ലേ. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ സിനിമാ താരമായിട്ടുള്ള അജ്മലിന്റെ ഒരു ചാറ്റ് വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ തൊട്ടു പുറകിലാണ് ഇപ്പോൾ ആര്യന്റെ ചാറ്റ് വെളിയിൽ വന്നിരിക്കുന്നത്. ആര്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബിഗ് ബോസ് 7 ഫേമസ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ് ആര്യൻ. ആര്യനെ സംബന്ധിച്ച് അനുമോൾ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ജിസയിലുമായിട്ട്, അതായത് പുതപ്പിനടിയിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ഒരു സംഭവം. അത് ശരിക്കും പറഞ്ഞാൽ സത്യമായിട്ടാണ് എനിക്കിപ്പോഴത് തോന്നുന്നത് കേട്ടോ. അനുമോൾ പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷെ അന്ന് അനുമോള് ഈ ഒരു കണ്ടന്റ് എടുത്തു വെച്ച് ചർച്ച ചെയ്തില്ലേ, അതിനെ പറ്റിയായിരുന്നു കുറെ ആളുകൾ അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ അന്ന് കണ്ടതാണല്ലോ ലാലേട്ടന് ഈ ഒരു അനുമോളോട് ദേഷ്യപ്പെടുന്നതും. ശരിക്കും പറഞ്ഞാൽ അത് ചോദിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റ് ചെറ്റത്തരം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. ആക്ച്വലി എനിക്ക് കാലിക്കറ്റിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. സോ ഐ തോട്ട് ഐ ജസ്റ്റ് മീറ്റ് ന്യൂ പീപ്പിൾ ആൻഡ് ജസ്റ്റ് സീ ഹൗ ഇറ്റ് ഗോസ്. അതുകൊണ്ട് ഐ ജസ്റ്റ് സെൻഡ് ടെക്സ്റ്റ്. ഓക്കെ, നോട്ട് ലൈക്ക് നത്തിങ് എൽസ്. ഓക്കെ, ലൈക്ക് ഡോണ്ട് വേറെ ഒന്നും ചിന്തിക്കരുത്. ഐ ജസ്റ്റ് വാണ്ട് ടു മീറ്റ് ന്യൂ പീപ്പിൾ ആൻഡ് ചിൽ അറൗണ്ട് വിത്ത് ഇൻ ദ ടൗൺ. സോ ഇഫ് യു ഫ്രീ സം ടൈം ടുഡേ യു കൻ. ഐ മീൻ ഞാൻ വെറുതെ ടെക്സ്റ്റ് അയച്ചാട്ടോ. ലൈക്ക് ഐ ഫൗണ്ട് യുവർ പ്രൊഫൈൽ വെരി ക്യൂട്ട്. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. So yeah, that's about me. We can talk on call also if you want sometime. I mean, after 8 o'clock, you can't go back to your hostel. That's the rule. You can stay at my place if you want to have like a 3 BHK apartment. If you have friends, you can bring them along as well. I just want to meet some new company. If you're free to come after 8 also, it'll be fine. Like you can go in the morning. You can call your friends also. And എനിക്ക് കുഴപ്പമൊന്നുമില്ല. Like I'm okay with it. ആര്യൻ്റെ വിഷയത്തിൽ ഒരുപാട് ചാറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നില്ല. ബിക്കോസ് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട്. കാരണം ആൺകുട്ടികളെ അങ്ങനെ ആക്കുന്നു, ഈ പെൺകുട്ടികളും ചേട്ടല്ല. സംഭവം ശരിയാണ്, പെൺകുട്ടികളും കണക്കിന് ആൺകുട്ടികളും. ഇപ്പോൾ ഇത് അയച്ചു തന്നിട്ടുള്ളവരൊക്കെ ഒരു താല്പര്യം പ്രകടിപ്പിച്ച് ചെയ്തവരല്ല. ചിലവർ ഇവരെ തനി സ്വഭാവം കാണിക്കാൻ വേണ്ടി, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ചെയ്തവരുണ്ട്. ചിലവർ എന്താ ഈ പറയണ പോലെ ഇയാളിങ്ങനെ വന്ന് ചോദിച്ചു അപ്പം തന്നെ ചാറ്റ് സ്കിപ്പാക്കി എന്ന് പറയുന്നവരുണ്ട്. ഇനി ഓക്കെ ആയിട്ട് ചെയ്യുന്നവരുണ്ടാവും കേട്ടോ, ഐ ഡോണ്ട് നോ. ആൻഡ് ഇതെല്ലാം പുറത്തു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു നിലവാരത്തിന് ബാധിക്കുന്ന പ്രശ്നമായിട്ട് മാറുന്നതുകൊണ്ടാണ് ഇതൊന്നും വിടാൻ ഒരു ഹെയ്റ്റും സ്പ്രെഡ് ആവുന്നുണ്ട്. പിന്നെ ഇന്നലെ ഒരു തന്നെ ചെയ്തത് തന്നെ അയാൾ എന്നിറങ്ങാവോ താഴെ അങ്ങനെ പോയിട്ടുണ്ട് എയറിലോട്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ചെയ്യുന്നില്ല. സോ ആര്യൻ്റെ എന്താ പറയുക, ഫാൻസൊക്കെ ഒന്ന് സമാധാനമായിട്ട് ഇരുന്നുള്ളൂ. സോ ഡോണ്ട് വറി. പിന്നെ ഈ ഒരു കാര്യം എന്തുകൊണ്ട് അത്ര വലിയ സംഭവം ഒന്നും അല്ല. എല്ലാവരുടെ ലൈഫിലും ഇതുപോലെ ഒരു പ്രൈവസി കാണും അല്ലെ. അതിപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും തൽപരരാണെങ്കിൽ പിന്നെ അതിലേക്ക് ഒരു എന്താ പറയുക വലിയ വിഷയമാക്കേണ്ട ആവശ്യമില്ല അല്ലെ. എന്തായാലും തന്നെ ഇത് അന്ന് ബിഗ് ബോസിലെ കൂടുതൽ ഇത് ബാധിക്കാത്തെന്ന് വെച്ചാൽ കാരണം അന്ന് ആ ഒരു ഷോയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുമെന്നുള്ള ഒരു അവസ്ഥ വന്നത് കൊണ്ടാണ് അത് നൈസായിട്ട് അവർ തന്നെ കൈയൊഴിഞ്ഞത്. അല്ലാതെ വേറൊന്നുമല്ല. അവർക്ക് വേണമെങ്കിൽ ആ ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് തന്നെ പല രീതിയിൽ അത് കാണിക്കാമായിരുന്നു. പക്ഷെ അവരത് മനഃപൂർവ്വം കാണിച്ചില്ല. എന്തായാലും ഈ ഒരു ചാറ്റ് നിങ്ങൾ കേട്ട് കാണുമല്ലോ. അതായത് ഈ ആര്യൻ എന്ന് പറഞ്ഞ കാലിക്കറ്റാണ് സ്റ്റേ ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ ഏതോ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ മെസ്സേജ് അയച്ച് നിങ്ങളെ കാണാൻ നല്ല ക്യൂട്ടാണ്, നിങ്ങൾ ഫ്രീ ആണെങ്കിൽ എൻ്റെ റൂമിലോട്ട് വരണം എന്നൊക്കെ തരത്തിലുള്ള ഒരു മെസ്സേജ് ആണ് ആര്യൻ അയച്ചിരുന്നത്. അതായത് നൈസായിട്ട് ഒന്ന് ചൂണ്ടയിട്ട് നോക്കിയതാണ്. അതായത് നമ്മുടെ അനുമോൾ പറഞ്ഞത് വളരെ പരമാർത്ഥമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ചാറ്റോട് കൂടി തന്നെ. ഏതായാലും ഈ ആര്യൻ ജിസയിൽ കാര്യം പുറത്ത് ചർച്ചയായ ടൈമില് ഒരുപാട് ആളുകൾ അന്ന് അനുമോളെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും പുറത്തൊരു ഫ്യൂച്ചർ ഉണ്ട്, നീ ഫ്യൂച്ചർ നശിപ്പിക്കാനല്ലേ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ തന്നെയായിരുന്നു അനുമോൾക്കെതിരെ ഈ ഒരു BB പ്രേക്ഷകർ ഇറങ്ങിയത്. എന്നാലും ഈ ഒരു ആര്യന്റെ ചാറ്റ് പുറത്തു വന്ന് അത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. എന്തായാലും അതൊരു വശത്ത് ഇരിക്കട്ടെ, നമ്മളൊരു ചാറ്റ് വീഡിയോ എല്ലാം കണ്ടതാണല്ലോ. ഇനി ഒരു 3 ആഴ്ച കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് മലയാളം 7ാം സീസണിലെ വിജയെ കണ്ടെത്താൻ സാധിക്കും.
ഇത്തവണത്തെ വീക്കെൻഡ് എപ്പിസോഡിലെ ലക്ഷ്മിയാണോ അക്ബറാണോ എവിക്റ്റായി മോഹൻലാലിന്റെ അടുത്തേക്ക് എത്തുക എന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നമായിട്ട് ഇരിക്കുകയാണ്. കാരണം എവിക്ഷൻ ഒരു സസ്പെൻസ് നിറച്ച് ലക്ഷ്മിയെയും അക്ബറിനെയും വാഹനത്തിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്ന പ്രോമോ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. 2 വാഹനങ്ങളിലായിട്ടാണ് അക്ബറിനെയും ലക്ഷ്മിയെയും കണ്ണുകെട്ടി പ്രധാന വാതിലിലൂടെ കൊണ്ടുപോകുന്നത്. ഇതിൽ ആരാണോ തിരികെ ഹൗസിലേക്ക് വരുന്നതും ആ മത്സരാർത്ഥി സേവ് ആകും. ലക്ഷ്മി എവിക്റ്റായി എന്നുള്ള അഭ്യൂഹം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമാകും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരിക. ലക്ഷ്മിയും അക്ബറും പുറത്തായി എന്നുള്ള അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. എങ്കിലും ഇതിനുള്ള സാധ്യത വിരളമാണ്. 6 പേരായിരുന്നു ഈ ആഴ്ചയിലെ എവിക്ഷൻ നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ആരെയും സേവാക്കിയിരുന്നില്ല. പുറത്തു വന്ന പ്രോമോയിൽ നിന്ന് മനസ്സിലാകുന്നത് 6-ൽ 4 പേര് സേവായി എന്നതാണ്. ഷാനവാസ്, നൂറ, ആര്യൻ, നെവിൻ എന്നിവർ സേവ് ആയിട്ടുണ്ടാകും. കാറിൽ കയറി പ്രധാന വാതിലിലൂടെ കടന്നു പോകുന്ന 2 പേരിൽ ഒരാൾ മാത്രമേ തിരികെ വരികയുള്ളൂ എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ബിഗ് ബോസ് ഹൗസിലെത്തിയ ലക്ഷ്മിക്ക് പ്രേക്ഷകരുടെ വോട്ട് പിടിക്കാൻ സാധിച്ചിരുന്നു. അക്ബർ ആണെങ്കിലോ ഗ്രൂപ്പായി കളിക്കാതെ ആദ്യം മുതൽ തന്നെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ വോട്ടുകൾ നേടിയേക്കാൻ ഒരു പക്ഷെ സാധിക്കുമായിരുന്നു. പ്രേക്ഷക പിന്തുണയുടെ ബലത്തിൽ അക്ബറിനെ വെട്ടിച്ച് ലക്ഷ്മിക്ക് ഹൗസിലേക്ക് തിരികെ വരാനാകുമോ, അതോ അക്ബർ എവിക്റ്റ് ആയാൽ ബിഗ് ബോസ് ഹൗസ് നിശബ്ദമാകുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ആരാധകരുടെ പ്രതികരണം. അതുമാത്രമല്ല, ബിഗ് ബോസിൽ കഴിഞ്ഞ ദിവസം നടന്ന എവിക്ഷൻ പ്രാങ്കും പ്രേക്ഷകരെല്ലാം കൗതുകത്തിലുമാക്കിയിരുന്നു. ഒരു സീക്രട്ട് ടാസ്ക് കുളമാക്കിയതിന് പകരമായിട്ട് ഷാനവാസിനെ ബിഗ് ബോസ് കൊടുത്ത മറ്റൊരു സീക്രട്ട് ടാസ്ക് ആയിരുന്നു ഇത്. പ്രാങ്കിനോട് ആദില സ്വീകരിച്ച വിധം ചൂണ്ടി അഭിനന്ദിക്കുകയാണ് സീസൺ 5 വിന്നറായിട്ടുള്ള അഖിൽ മാരാർ. നമ്മുടെ അഖിൽ മാരാർ ശോഭയോടാണ് ആദിലയെ അഖിൽ മാരാർ താരതമ്യപ്പെടുത്തുന്നത്. അതായത് ബിഗ് ബോസ് സീസൺ 5 ഇതുപോലെ എവിക്ഷൻ പ്രാങ്ക് നടന്നപ്പോൾ അഖിൽ മാരാർ ശോഭയാണ് പുറത്താക്കാൻ തിരഞ്ഞെടുത്തത്. അന്ന് ശോഭ പൊട്ടിത്തെറിച്ച് പ്രതികരിച്ചില്ലായിരുന്നുവെങ്കിൽ ഫൈനലിലേക്ക് നന്നായി മുന്നേറാൻ സാധിക്കുമായിരുന്നു എന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്. സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ച വീഡിയോയിലാണ് അഖിൽ മാരാറിന്റെ ഈ വാക്കുകൾ. ബിഗ് ബോസിന്റെ എപ്പിസോഡിൽ ഷാനവാസിന് ഒരു പ്രാങ്ക് നൽകുകയുണ്ടായി. ആ പ്രാങ്ക് പ്രകാരം ആദിലയെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റ് ചെയ്യണമെന്നായിരുന്നു ചെയ്തത്. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് സംസാരിക്കാൻ തോന്നാനുണ്ടായ പ്രധാന കാര്യം എന്ന് പറയുന്നത് സമാനമായ ഒരു ടാസ്ക് നമ്മുടെ സീസണിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ആദില വളരെ മനോഹരമായിട്ട് ആ ടാസ്ക് കൈകാര്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ആദില അഭിനന്ദനങ്ങൾ അർഹിക്കുകയാണ്. ഒരു നല്ല മത്സരാർത്ഥിയും ഒരു നല്ല വ്യക്തിത്വവുമായിട്ട് ആദിലയ്ക്ക് ഇന്നലത്തെ ടാസ്കോട് കൂടി മാറാൻ കഴിഞ്ഞു എന്ന കാര്യം ആദില ആ ടാസ്കിനെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് ആദിലയോട് ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ ആദില മിടുക്കുകയാണെന്ന് എനിക്ക് തോന്നുകയാണ്. അതായത് ഞാനിത് എടുത്ത് പറയുന്നതിന്റെ കാരണം പലപ്പോഴും നമ്മൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മത്സരിക്കേണ്ടത് ബിഗ് ബോസിനോട് കൂടിയാണ്, നമ്മുടെ എതിർ മത്സരാർത്ഥികളോട് കൂടിയല്ല. യഥാർത്ഥത്തിൽ ഓരോ മത്സരാർത്ഥിയും ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കേണ്ടത് ബിഗ് ബോസിനോടും കേരളത്തിലെ ബിഗ് ബോസിന്റെ പ്രേക്ഷകരോടുമാണ്. പല മത്സരാർത്ഥികൾക്കും പറ്റുന്ന ഒരു പരാജയം എന്ന് പറയുന്നത് അവർ മത്സരിക്കുന്നത് അവർക്ക് ചുറ്റുമുള്ള മത്സരാർത്ഥികളോടാണ്. നിങ്ങൾ മത്സരിക്കേണ്ടത് ചുറ്റുമുള്ള മത്സരാർത്ഥികളോടല്ല എന്നും നിങ്ങൾ മത്സരിക്കേണ്ടത് കേരളത്തിലെ പ്രേക്ഷകരോടാണെന്നും ബിഗ് ബോസിന്റെ അണിയർ പ്രവർത്തകരുടെ പ്ലാനുകളോടാണെന്നുമാണ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്നലത്തെ ദിവസം ഷാനവാസിന് ഈ ടാസ്ക് കൊടുക്കുമ്പോൾ ബിഗ് ബോസ് എന്തായിരിക്കും ഉദ്ദേശിക്കുക? ഹൗസിനുള്ളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഷാനവാസ്, ആദില, നൂറയ്ക്കിടയിൽ ഉണ്ടായേക്കുന്ന ഒരു വലിയ പ്രശ്നം. അവർ വലിയ സുഹൃത്തുക്കളായിരിക്കുകയും പ്രത്യേകിച്ച് സഹോദരന്മാരെ പോലെ മാനസികമായ ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയുള്ള സ്ഥലത്ത് നിന്ന് ആദിലയും ഷാനവാസും തമ്മിൽ ഇഷ്യൂസ് ആരംഭിക്കുന്നു. സഹോദരനും സഹോദരിയും തമ്മിൽ തെറ്റുന്നു. ഷാനവാസിനെതിരെ ആദില നോമിനേറ്റ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഷാനവാസിനും ആദിലയോട് ദേഷ്യം തോന്നുന്നു. അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം ശത്രുക്കളായി ഹൗസിനുള്ളിൽ മാറുന്ന ഒരു സ്ഥലത്ത് ബിഗ് ബോസ് വളരെ ബുദ്ധിപരമായിട്ട് ഷാനവാസിനെ വിളിച്ചിട്ട് ആദിലയെ പുറത്താക്കാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ ബിഗ് ബോസ് എന്താണ് ഉദ്ദേശിച്ചത്? ആദിലയെ പുറത്താക്കാൻ വേണ്ടി ഷാനവാസ് ഇത് പറയുന്ന സമയത്ത് ആദില എങ്ങനെ റിയാക്ട് ചെയ്യും? കാരണം സഹോദര തുല്യനായിട്ട് കാണുന്ന ഒരാളിൽ നിന്ന് ഇങ്ങനൊരു നോമിനേഷൻ വരുന്നു എന്നത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. അതോടൊപ്പം അതുവരെ തന്നോട് സ്നേഹിച്ചും സഹകരിച്ചും വളരെ പോസിറ്റീവായിട്ടും കഴിഞ്ഞ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ആദിലയ്ക്കെതിരെ ഈ നോമിനേഷൻ വരികയാണ്. അതായത് നിവിനായാലും ആര്യനായാലും അക്ബറായാലും പിന്നെ ലക്ഷ്മിയും അവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതുകൊണ്ട് ലക്ഷ്മിയുടെ നോമിനേഷൻ മാത്രമായിരിക്കും ആദിലേക്ക് അത് പേഴ്സണലി ഹർട്ടാവാറുള്ളത്. ബാക്കിയുള്ള പലരും നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അത് പേഴ്സണലി ഹർട്ടാവാനും തന്നെ ഇവിടെ നിന്ന് ചതിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഹൗസിലെ മത്സരാർത്ഥികൾ ഒരു തീരുമാനം എടുത്തതായി കണ്ടുകൊണ്ട് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ആദിലെ അകത്ത് പെരുമാറിയാൽ സംഭവിക്കാൻ പോകുന്നത് വലിയ ഒരു പൊട്ടിത്തെറി ആദിലയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ആദിലയുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ നെഗറ്റിവിറ്റിയും പുറത്തു വരണം. ഇതാണ് ബിഗ് ബോസ് പ്ലാൻ ചെയ്തത്. അതോടൊപ്പം തന്നെ നൂറ ഇതിനെ എങ്ങനെ എടുക്കും, നൂറ ആദില പുറത്താകുന്ന സമയത്ത് നൂറ ഏത് രീതിയിലായിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതുമൊക്കെ ബിഗ് ബോസ് ആഗ്രഹിച്ചിരുന്ന ഒരു കണ്ടന്റാണ്. പക്ഷേ ഇതിനെല്ലാം പൊളിച്ചു കളയാണ് ആദില ചെയ്തത്. ബിഗ് ബോസ് എന്തെല്ലാം പ്ലാൻ ചെയ്തോ, എന്തെല്ലാം മനോഹരമായ കണ്ടന്റുകൾ പ്രതീക്ഷിച്ചോ അതിനെല്ലാം അതിമനോഹരമായി ആദില തന്റെ ക്വാളിറ്റി കൊണ്ട് പൊളിച്ചു കളയാണ് ചെയ്തത്. ഒന്നുകിൽ ആദില ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാകും. ഒരു കാരണവശാലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് ഒരു മത്സരാർത്ഥിയെ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരോ ബിഗ് ബോസിലെ മത്സരാർത്ഥികളോ ചേർന്ന് പുറത്താക്കിയാൽ പുറത്ത് സമൂഹം അവരെ വലിയ രീതിയിൽ സ്വീകരിക്കും.
ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു റിയൽ എവിക്ഷൻ അല്ല, ഇതൊരു പ്രാങ്ക് തന്നെ ആകാനാണ് സാധ്യത. ഈ രണ്ട് ചിന്തകളും ഒന്നുകിലുണ്ടാകാം. ഇനി ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇനി ഇവിടുന്ന് പുറത്താകുകയാണ്. ഞാൻ പുറത്താകുന്ന സമയത്ത് എൻ്റെ സഹമത്സരാർത്ഥികളോട് സ്നേഹത്തോട് കൂടിയിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങണം. ഞാൻ ഇത്രയും നാൾ ഇവിടെ നിന്നത് മത്സരത്തിന്റെ ഭാഗമായി മാത്രമാണ്. അതിൽ എല്ലാവരെയും പോയി ഹഗ് ചെയ്യുന്നു, എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നു. ഷാനവാസിന് പോലും കൈ കൊടുക്കാൻ ചെല്ലുമ്പോൾ ഷാനവാസ് വളരെ ബുദ്ധിപരമായിട്ട് തന്നോട് ബിഗ് ബോസ് ഏൽപ്പിച്ചൊരു ടാസ്ക് ആയതുകൊണ്ടും അതിനുശേഷം ആദ്യം സത്യം തിരിച്ചറിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തന്നെ കുറച്ചും കൂടെ മനസ്സിലാക്കട്ടെ എന്ന് കരുതി ഷാനവാസ് വളരെ ബുദ്ധിപരമായിട്ട് കൈ കൊടുക്കാതെ മാറി നിൽക്കുന്നു. അതുകൊണ്ട് മാത്രം ആദില ഷാനവാസ് വേണ്ട എന്ന് കരുതിയിട്ട് വളരെ പോസിറ്റീവായിട്ട് ആദില ഹൗസിൽ നിന്ന് ഇറങ്ങി പോകാൻ തീരുമാനിക്കുകയാണ്. നോക്കൂ, ഇത് ആദില എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയുടെ മികവ് അവിടെ കാണിക്കുന്നു. 2, ഈ ടാസ്കിനെ വളരെ മനോഹരമായി നേരിട്ട ഒരു ബുദ്ധി കാണിക്കുന്നു. 3, അവളുടെ മറ്റാരോടും പ്രത്യേകിച്ച് വിരോധമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹൗസിൽ നടന്ന കാര്യങ്ങളെ ഹൗസിലെ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ കണ്ടുകൊണ്ട് ഗെയിമിനെ ഗെയിമായിട്ട് കണ്ടുകൊണ്ട് പുറത്തു പോകാൻ തീരുമാനിച്ച ഒരു മികച്ച തീരുമാനം ആദിലയെ കൂടുതൽ മികച്ചതാക്കി ഫിനാലിലേക്ക് എത്തിക്കാൻ ഒരു കാരണമായിട്ട് മാറുകയാണ്. സീസൺ 5 സംഭവിച്ചത് നിങ്ങൾക്കറിയാം. സീസൺ 5 ഇപ്രകാരം ഒരു ടാസ്ക് വന്ന സമയത്ത് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ശോഭ പൊട്ടിത്തെറിക്കുന്നതിന് പകരം അത് ഉൾക്കൊള്ളുകയും തന്നെ ഇവിടുന്ന് പുറത്താക്കിയത് ബിഗ് ബോസ് ആണെന്നും അത് പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ട് പോസിറ്റീവായി ശോഭ ഒരുപക്ഷെ എല്ലാവരെയും ഹഗ് ചെയ്ത് ഇതുപോലെ ഇറങ്ങി പോയിരുന്നെങ്കിൽ അന്ന് ഒരുപക്ഷെ ശോഭയ്ക്ക് ഫിനാലയിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള മുന്നോട്ട് പോക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞത് ശോഭ ഇവിടെ മോശമായി കളിച്ചൊന്നുമല്ല. ആ കണ്ടന്റ് വളരെ മനോഹരമായിട്ടാണ് പ്രേക്ഷകർക്കിടെ വന്നത്. പക്ഷേ ആ കണ്ടന്റിലൂടെ ശോഭ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിക്ക് നെഗറ്റീവാണ് പുറത്തേക്ക് വരുന്നത്. അവിടെ ആണ് ബുദ്ധിപരമായ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഇവിടെ ആദില വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ച് ഷാനവാസിനെയും ചീത്ത വിളിച്ച് ബാക്കിയുള്ളവരെയും ചീത്ത വിളിച്ച് തന്നെ ഇവിടുന്ന് പുറത്താക്കിയ ആൾക്കാരെയും ഇറങ്ങി പോകാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ആദിലയും വലിയ രീതിയിൽ ഒരു നെഗറ്റീവായി മാറിയാണ്. പക്ഷേ ആദില വളരെ ബുദ്ധിപരമായി അതിനെ കൈകാര്യം ചെയ്തു എന്ന കാര്യം എനിക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. ഇപ്രകാരമാണ് ബിഗ് ബോസ് ഹൗസിലെ ഓരോ ടാസ്കിനെയും വളരെ ബുദ്ധിപരമായിട്ട് ആൾക്കാർ നേരിടേണ്ടി വരിക. നമ്മൾ ഓരോ ടാസ്ക് അണിയറ പ്രവർത്തകർ തരുന്ന സമയത്തും ഹൗസിലുള്ള മത്സരാർത്ഥികൾ ചിന്തിക്കണം, ഇവർ എന്തിനാണ് ഈ ടാസ്ക് തരുന്നത്, ഇതെങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, ഞാനിത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാനിത് പെർഫോം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പ്രേക്ഷകർ ഇതിനെ ഉൾക്കൊള്ളുന്നത് എന്നൊക്കെ മനസ്സിലാക്കി കളിക്കുമ്പോഴാണ് ഒരു നല്ല ഗെയിം അവിടെ സംഭവിക്കുന്നത്. എന്തായാലും ബിഗ് ബോസിന്റെ മനോഹരമായ ഒരു ടാസ്കിനെ അതിമനോഹരമായി പൊളിച്ചു കൊടുത്ത അതിലേക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.